അങ്ങനെ വേറൊരു ശനിയാഴ്ചയും കൂടി എത്തി. ശനിയാഴ്ചകളും ഞായറാഴ്ചകളുമാണ് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് കൂടുതൽ ശനിയാഴ്ച വൈകിട്ട് നമ്മളിതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം കണ്ടെത്താമെന്ന് കരുതി നമ്മൾ പോയിട്ടോ. മക്കൾക്ക് മാത്രമല്ല എനിക്കും കുറച്ച് റിലാക്സ് ആവാനുള്ളൊരു സമയമായിട്ടത്. അങ്ങനെ നമ്മൾ ക്രീക്കിൻ്റെ അവിടേക്കാണ് പോയത്. അവിടെ കുറച്ചൊരു കാർണിവലൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. വെള്ളം കണ്ട പാടെ ഒരാൾക്ക് വെള്ളത്തിൽ ചാടണം, അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉള്ള ആളാണ് കവി. പക്ഷെ മറ്റാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറേ എക്സ്പ്ലോർ ചെയ്യണം, കുറേ പാർക്ക് കയറണം, കുറേ അതിൽ കയറണം ഇതിൽ കയറണം എന്നുള്ള ചിന്തയിൽ കാശിക്ക് രണ്ട് എക്സ്ട്രീമാണ് കേട്ടോ. ഒരാൾക്ക് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് അത് എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അതിനകത്തൊക്കെ കയറിയപ്പോഴാണ് ഒരുപാട് സാധനങ്ങൾ ഇതാ കണ്ടോ, ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ കുറേ കുട്ടികൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഡാൻസ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കുട്ടികൾക്ക് എന്താണോ കളിക്കാനുള്ളതെന്ന് അന്വേഷിക്കാനാണ്. അവിടെ നല്ല വിലക്കുറവിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഡ്രസ്സൊക്കെ വില കുറവാട്ടോ. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. കാരണം നമ്മളിപ്പോൾ അടുത്ത് 2-3 ഡ്രസ്സ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. നേരെ പോയത് കുട്ടികൾക്ക് കളിക്കാൻ എന്താണെന്ന് അറിയാനാണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. ടോയ്സ് കാണുമ്പോൾ മക്കളെ കൈകൾ അങ്ങോട്ടേക്ക് നീളമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവരെ നമ്മൾ ഒതുക്കിയിരുത്തിയിട്ട് നേരെ അവർക്ക് കളിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോയി. അത് കണ്ടപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസമായി കേട്ടോ. പിന്നെ ടോയ്സും കാര്യങ്ങളൊന്നും ചോദിച്ചു വന്നില്ല. ഈ കാണുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് കവിൻ്റെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാശിയുടെ പ്രായമുള്ളവർക്കുള്ളത് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഭയങ്കര നല്ല സ്പീഡിൽ ഓടുന്നൊരു വണ്ടി കേട്ടോ. എന്താ പറയുകയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ അവൻ കയറിയിട്ടുണ്ടായിരുന്നു. അവൻ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവൊക്കെ ചെയ്തു കേട്ടോ. കുറേ നേരം ഒരു 10 മിനിറ്റ് കണ്ടായിരുന്നു അതിൻ്റെ നേരം. അത്രയും നേരം നന്നായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ചെറിയ ആൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ അവർക്ക് ഇതിൽ കളിക്കാൻ പറ്റും കേട്ടോ. അവന് അത്യാവശ്യം നേരം തന്നെ അത് നന്നായി അത് യൂസ് ചെയ്തിട്ടോ. ഒരു വലിയൊരു കട്ടയൊക്കെ എടുത്തോന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ കയറല്ലേ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പിന്നെയും കുറേ കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയൊരു കട്ടയൊക്കെ പൊന്തിച്ചിട്ടായിരുന്നു അവൻ സ്ലൈഡ് ചെയ്തിരുന്നത്. അവൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോരാൻ നേരത്താണ് വലിയൊരു ചിൽഡ്രൻസ് പാർക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നേരമായതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ പോരാൻ നേരമായപ്പോൾ പിന്നെയും കാശിക്ക് വേറെ എന്തെങ്കിലും ഒരു റൈഡ് കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരു VR ബൈക്ക് ഉണ്ടായിരുന്നു, അതിൽ കയറി. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് വിശപ്പ് തുടങ്ങി. എല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് വരുമ്പോൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ കരുതി. ഫുഡ് വന്നപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. കഴിച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ